സംസ്ഥാനത്തെ രണ്ട് പ്രധാന വിഷയങ്ങളിൽ ഗവർണറുടെ ഇടപെടലുണ്ടായിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ കാലടി സംസ്കൃത സർവകലാശാലയിൽ നടന്ന പ്രതീകാത്മക ശവടക്ക്, SFIയുടെ പ്രതീകാത്മക ശവടക്ക് ഗുരുതരമായ വീഴ്ചയാണെന്നും എത്രയും പെട്ടെന്ന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് DGPയോട്. അത് DGPയെ ഗവർണർ വിളിച്ചു വരുത്തി, രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. DGPക്ക് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ആ വിഷയത്തിൽ കേസെടുക്കും, ചെയ്യേണ്ടതാണല്ലോ അത്. മറ്റൊന്ന്, PSC, കേരളത്തിലെ PSC പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. PSC ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിടാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി വച്ചിരിക്കുകയാണ് ഗവർണർ. അതേ മിക്കവാറും എനിക്ക് തോന്നുന്നു രാഷ്ട്രപതിക്ക് ഇതെല്ലാം കൂടെ ഈ വന്ന സംഗതികളെല്ലാം കൂടെ രാഷ്ട്രപതിക്ക് അയക്കുമായിരിക്കും, ഇവർക്കെതിരെ വന്ന ആരോപണ പ്രശ്നങ്ങളൊക്കെ തന്നെ. അതെ, അതായത് ഇപ്പം നമുക്കറിയാം PSC അന്വേഷണത്തിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് തൃപ്തിയില്ല ഗവർണർക്ക്. ഗവർണർ പറയുന്നത് അങ്ങനെ പോയാൽ പോരാ, ഈ ഭരണസമിതിയെ നീക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു നിലവിലെ അന്വേഷണത്തോട് അദ്ദേഹത്തിന് അത്ര തൃപ്തി ഇല്ല എന്നും പറയുന്നുണ്ട്. കാരണം ചിലപ്പോൾ മന്ദഗതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, കാരണം ആദ്യത്തെ ഒരു ചൂട് ഇതിനില്ല. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലരും കുടുങ്ങും. ഈ രാജ്ഭവനിൽ സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ഡേക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞ വൈകുന്നേരത്ത് പ്രധാനപ്പെട്ട നാട്ടിലെ പ്രമുഖരെയൊക്കെ വിളിച്ചു വരുത്തിയുള്ള ഒരു ചായ സൽക്കാരം പോലെ ഒന്നുണ്ട്. ഗവർണർ എല്ലാവരും കാണുന്നൊരു ചടങ്ങുണ്ട്. ഇത്തവണ PSC ചെയർമാനും അംഗങ്ങളെയും വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വിളിച്ചിട്ടുണ്ടെന്നാണ് PSC അവകാശപ്പെടുന്നത്. പക്ഷേ വിളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നെങ്കിൽ ഗവർണർ ഇറക്കി വിട്ടാൽ മിക്കവാറും. അതെ, വിളിക്കാതെ എന്നാലും ഇറക്കി. അതെ അതെ. എന്താണെങ്കിലും വലിയ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 100-ലധികം പരാതികൾ ഗവർണർക്ക് ചെയ്യുന്നു. അപ്പോൾ ഗവർണർ ഇതേക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം അദ്ദേഹം തന്നെ നടത്തിയപ്പോൾ അറിയുന്ന SIT ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിലും ഒന്നും അന്വേഷണം വന്നിട്ടില്ലല്ലോ. ആകെ വന്നിരിക്കുന്ന ഈ ആസൂത്രണ ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് തന്നെ അതിൻ്റെ പേപ്പർ വീണ്ടും വാല്യൂ ചെയ്യാൻ കൊടുത്തിരിക്കുന്നു എന്നാണ്. ഇനി KS തൊട്ടുള്ള എത്ര നിയമനങ്ങളുടെ ക്രമക്കേട് വേറെയുണ്ട്. എല്ലാ നിയമനങ്ങളിലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് അല്ല, നമ്മളൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ ഒരു മാസം മുമ്പ് മറ്റോ ആണ് കർണാടകത്തിൽ PSC ചെയർമാൻ വെട്ടിലായത്. PSC ചെയർമാനെ പറഞ്ഞു വിട്ടു. അയാൾ സ്വന്തം 2 മക്കൾക്കും ഒരാൾക്ക് സംവരണം അല്ലാതെ ജോലി കൊടുത്തു. അതെ, അതിനെ പറഞ്ഞു വിട്ടു. ജാർഖണ്ഡിലെ മറ്റേ കൂട്ടത്തോടുകൂടി അവിടെ എല്ലാത്തിനും തൂക്കിയെടുക്കുകയാണ് ഇപ്പോൾ. എല്ലാത്തിനെയും അത് ഈ പറഞ്ഞ പോലെ മുഴുവനെയും പറഞ്ഞു വിട്ടു. PSC ചെയർമാനെ പിരിച്ചുവിട്ടു. ഇവിടത്തെ പോലെ 20 പേരും 30 പേരും ഇല്ല കേട്ടോ. അവിടെ 5-6 പേരൊക്കെ ഉള്ളൂ. ഉള്ളതിനെ എല്ലാത്തിനും പറഞ്ഞു വിട്ടു. എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. അല്ല, കേരളത്തിൽ ഈ PSC എന്ന് പറയുന്ന സ്ഥാപനത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ദുരന്തമായത്. അന്ന് ഭരിക്കുന്നവർ അവരുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കുമായിരിക്കാം. പക്ഷേ അവരൊക്കെ നിയമിച്ചിട്ടുള്ളത് യോഗ്യതയുള്ളവരെ തന്നെയാണ്. PT ഭാസ്കര പണിക്കരാണെങ്കിലും AP ഉദയഭാനു ആണെങ്കിലും അതുപോലെ മഹായോഗ്യന്മാരായ ആളുകൾ, തിരുവനന്തപുരം കരുണാകരൻ സാർ, അങ്ങനെയൊക്കെയുള്ള മഹാത്മാക്കൾ VK വാലാതിനൊക്കെ ഇരുന്നിട്ടുള്ള സ്ഥാനത്താണ് ഈ ഈർക്കൽ പാർട്ടി ഒരു കഴിഞ്ഞ ഇടതുപക്ഷത്തേക്ക് ഒരു ഈർക്കൽ പാർട്ടി PSC മെമ്പർസിനെ വിറ്റു എന്നൊരു ആരോപണം വന്നില്ല. അതുകൊണ്ട് അത് വലിയ ബഹളമായിട്ട് മാറി. അത് എത്ര ഗതികളാണ്. എന്താ, പാർട്ടിയിൽ ഇല്ലാത്ത ആർക്കോ വിറ്റു എന്ന് പറഞ്ഞ വലിയ പ്രശ്നമായിരുന്നു. അത് നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഈ ആരോപണ വിധേയനെ തന്നെ നമ്മൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, അത് എതിരാളികൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പോയി. അയാൾക്ക് കിട്ടിയോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതെ, അത് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇത് അതിൻ്റെ ഒരു വിശുദ്ധി സാങ്ക്ടിറ്റി അങ്ങ് പോയി. അതാണ് അതിൻ്റെ കാര്യം. PSC എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസമുള്ള സ്ഥാപനമാണ്. നമ്മളിതിനിപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ നിയമനം, അതുപോലെ സഹകരണ മേഖല എല്ലാം PSCക്ക് വിടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നല്ലോ. അതെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി എങ്ങനെ വിശ്വസിക്കുമെന്ന് ആലോചിച്ച് നോക്കും. എല്ലായിടത്തും ഇതാണ്. എല്ലായിടത്തും തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് നടക്കുന്നത്. ഈ LDF സർക്കാരിൻ്റെ കാലത്ത് ഈ തട്ടിപ്പും വെട്ടിയും നടക്കാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല. ഇനി അങ്ങനെ നടക്കാത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നടന്നിട്ടുണ്ട്. കിഫ്ബി ആണെങ്കിലും, ഈ പറയുന്ന ഇവിടെയാണെങ്കിലും, പട്ടികജാതി വകുപ്പിലാണെങ്കിലും എല്ലായിടത്തും കൂട്ടത്തോടുകൂടി ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള തട്ടിപ്പുകളാണ്. നമ്മൾ പൊതുവെ അഴിമതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വകുപ്പില്ലാന്ന് പറഞ്ഞാൽ കായിക വകുപ്പാണ് ഇവരെല്ലാവരും കടത്തി വെട്ടിക്കൊണ്ട് ഇപ്പോൾ മുന്നിലിരിക്കുന്നത് തട്ടിപ്പിന്റെ കാര്യത്തിൽ. കായിക വകുപ്പ് മെസ്സി തുടങ്ങി പൈക്കായോ കുറേ സംഭവമുണ്ട് അതിനകത്ത്. ഇപ്പം രസം എന്താണെന്ന് വെച്ചാൽ ഈ OJ ജനീഷ്, അദ്ദേഹം പുതുമുഖമാണ്. MLA, മന്ത്രിസഭയിലും പുതുമുഖം. അതായത് MLA ആയിട്ട് കയറി അപ്പോൾ തന്നെ മന്ത്രിയാകാൻ സാധിച്ചു. അദ്ദേഹം നല്ല ഇടപെടൽ തൻ്റെ വകുപ്പിൽ നടത്തുന്നുണ്ട്. നല്ല മന്ത്രിയാണ്. ഈ ജനീഷിനെ കുറിച്ച് സത്യത്തിൽ പറഞ്ഞാൽ നമുക്കത്ര ഒരു ധാരണയില്ലായിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ നിന്നുള്ള ആളാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ തന്നെ നമുക്ക് ധാരണ എന്താണ് നോക്കലേ പിടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ താനൊരു മിടുക്കനാണെന്ന് തെളിയിച്ചു. നല്ല മന്ത്രിയാണെന്ന് തെളിയിച്ചു. അതെ, ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം കർശന നിലപാട് സ്വീകരിക്കാൻ ചെയ്തു ഈ തട്ടിപ്പിന്റെ കാര്യം. ഇപ്പം മെസ്സിയുടെ കേസിൽ ഇന്ന് അന്വേഷണം തുടങ്ങുകയാണല്ലോ. മെസ്സി തട്ടിപ്പ് കേസിൽ ഇന്ന് അന്വേഷണം
തുടങ്ങുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ PSCയുടെ വിഷയം. എന്താണെങ്കിലും അതിൽ ഗവർണർ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇവരെ പിരിച്ചുവിടാനുള്ള ശുപാർശ അദ്ദേഹം നൽകുമെന്നാണ് അറിയുന്നത്. അല്ല, അത് അങ്ങനെ അത് വേണം. കാരണം ഇത് കേരളം പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനത്ത്, ഏറ്റവും രാഷ്ട്രീയ പ്രവർത്തനമുള്ള ഒരു സംസ്ഥാനത്ത് ഇത് PSC കച്ചവടത്തിന് വയ്ക്കാമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇത് ഒരു കാലത്ത് പണ്ടോട് അഴിമതി നടന്നെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഇങ്ങനെ ഇത്രയും വ്യാപകമായ രീതിയിൽ അത് ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ എത്രയും എളുപ്പത്തിൽ പിടിക്കാൻ സൗകര്യത്തിന് തന്നെ കണക്കാക്കിയുള്ള തട്ടിപ്പാണ് ഇവർ നടത്തിയിട്ടുള്ളതെല്ലാം തന്നെ. അതന്നെ ഏറ്റവും രസകരമായ കാര്യം. അപ്പോൾ ഈ കർണാടകത്തിലെ PSC ചെയർമാനെ പിടികൂടാ, അല്ലെങ്കിൽ ജാർഖണ്ഡിലൊക്കെ തന്നെ ഈ PSC ചെയർമാൻ അങ്ങളുടെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് കേരളത്തിൽ ഒഴിവായിക്കൂടാ? അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വൈസ് ചാൻസലറുടെ കേസ്. വൈസ് ചാൻസലർ കേസ് കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിൻ്റെ ശവമടക്കാണ് SFIക്കാർ നടത്തിയിരിക്കുന്നത്. എന്താണ് കാരണമെന്ന് അവർ പറയുന്നില്ല. അവർ പറയുന്നത് അവിടെ മുഴുവൻ പ്രശ്നമാണ്, അത് തന്നെയാണ് കാരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശവമടക്കിനോട് CPM നേതൃത്വം ഇൻസ്റ്റലേഷൻ തന്നെയായിരിക്കും, ഇൻസ്റ്റലേഷനാണ്, ആർട്ട് ഇൻസ്റ്റലേഷൻ ആയിരിക്കും. വനിതാ നേതാക്കൾക്കൊന്നും പറയാനുമില്ല. ഇല്ല, ഓഫീസ് വാട്ടൊക്കെ ആയിട്ട് അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇവരെല്ലാ കാര്യത്തിലും വർഗീയതയും ജാതിയാണ് കാണുന്നത്. അതെ, അതുകൊണ്ട് തന്നെ അവർ പിന്നെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഓഫീസ് പാട്ടുപാടിയാണ് അവരെ അപമാനിച്ചിട്ടുള്ളത്. ശങ്കരാചാര്യരുടെ പ്രതിമേരെ മുന്നേ കൊണ്ട് നിർത്തിയാണ് ഈ സംസ്കാര ചടങ്ങ് നടത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഈ പ്രസ്ഥാനത്ത് പുറത്താക്കണം. പുറത്താക്കിയില്ലെങ്കിലുണ്ടല്ലോ ഇത് അടുത്ത തെരഞ്ഞെടുപ്പ് ഇത് തന്നെയായിരിക്കും, ഇതേ ഗതി തന്നെയായിരിക്കും CPM കാത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെ ഈ ഇത്തരം സർവകലാശാലകളിലൊക്കെ തന്നെ ഈ ഇമാതിരി യാതൊരു യോഗ്യതയില്ല. ഈ സമരം ചെയ്ത നേതാക്കന്മാരെ ചരിത്രം അന്വേഷിക്കണം. ഡിഗ്രി പാസ്സായിട്ട് തന്നെയാണ് PGക്ക് വന്ന്, അല്ലെങ്കിൽ +2 പാസ്സായിട്ടാണ് ഡിഗ്രി കയറുന്നൊക്കെയുള്ള കാര്യം ആദ്യം അന്വേഷിക്കേണ്ടി വരും. ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ RS ശശികുമാറിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അവരും ഗവർണറെ കണ്ട് പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അതേ തുടർന്നാണ് ഇപ്പോൾ ഗവർണർ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പോലീസിനെ വിളിച്ചിട്ടുണ്ട്, DGPയോട് പറഞ്ഞിരിക്കുന്നു, കേസെടുക്കാൻ പറഞ്ഞിരിക്കുന്നു. നല്ല ഗുരുതരമായ വകുപ്പുകൾ ചേർത്തിന് അവരെ വലിയ കേസെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. കാരണം സിസ തോമസ് അവരുടെ വീട്ടുകാർ അവരെ പഠിക്കാൻ അയച്ചപ്പോൾ മര്യാദയ്ക്ക് അവിടെ പോയിരുന്ന് കൃത്യമായിട്ട് പഠിച്ച് എല്ലാം ഭംഗിയായി പോയത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു പദവിയിലെത്താൻ കഴിഞ്ഞത്. അല്ലാതെ വാഴക്കൊല PhD എടുക്കുകയോ പരീക്ഷയിൽ ആൾ മാറ്റി വെച്ച് പരീക്ഷ ചെയ്തെന്ന് ഒരാളല്ല അവർ. കഴിഞ്ഞ ദിവസം ഒരു സമരത്തിൻ്റെ ഒരു ക്ലിപ്പിംഗ് കണ്ടായിരുന്നു. SFIക്കാരുടെ ഒരു സമരം എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്താണ് ഈ SFIക്കാർ പിള്ളേരെ പോലീസ് തല്ലി എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു കൊച്ചു പെങ്കൊച്ച്, ഒരു ക്യൂട്ടൊരു പെങ്കൊച്ച് വന്നിട്ട് ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയാണ്, അവർ ആ വനിതാ പോലീസ് വന്നിട്ട് എന്നോട് പറയാണ് ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കടിയെന്ന്. ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കടി എന്നാണ് പറയുന്നത്. ഞാൻ പഠിക്കാമെന്നാണോ, ഞാൻ സമരം ചെയ്യാമെന്നല്ലേ എന്നാണ് അവൾ പറയുന്നതിൻ്റെ അർത്ഥം. പോരാടുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആരോ ഒരു കമന്റ് ഇരിക്കുന്നത്, ആരാടാ SFIക്കാരോട് പഠിക്കാൻ പറഞ്ഞത്? കാരണം പഠിക്കാതെ തന്നെ അവർക്ക് ജോലി കിട്ടും. അവര് ജോലി ഉറപ്പിച്ചിട്ടാണ് ഈ കോഴ്സിന് വരുന്നത്. അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ്, അതിനുള്ള പരീക്ഷ പോലും ആരാ എഴുതുന്നതെന്ന്. SFI ചേരുക എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയാണത്. നമുക്ക് ഒരു പരീക്ഷ എഴുതണ്ട, വല്ലവരെ കൊണ്ട് എഴുതിക്കുക, അല്ലെങ്കിൽ നമുക്ക് ജയിച്ചില്ലെങ്കിൽ അഡ്മിഷൻ തരും, ജയിക്കാത്തതിന് PGക്ക് വരെ കിട്ടും. വാഴക്കൊല PhD കൊടുത്തു കഴിഞ്ഞാൽ സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കോളേജ് അധ്യാപകനോ അധ്യാപികയായിട്ട് ജോലിയും കിട്ടും. അവസ്ഥ അതെ, അതാണ് സംഭവിക്കുന്നത്. എന്താണെങ്കിലും രണ്ട് വിഷയത്തിലും ഗവർണർ ഈ പഴയ ഗവർണറെ പോലെ ബഹളമൊന്നുമില്ല ഇദ്ദേഹത്തിന്. അതെ. പക്ഷേ ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ വളരെ ശാന്തമായി ഒരു സൈഡിൽ കൂടെ ഗംഭീരമായിട്ട് പഠിച്ചിട്ട് മാത്രമേ നമുക്കറിയാം. തമിഴ്നാട് ഗവർണറുടെ ചുമതലയുള്ള സമയത്താണ് വിജയ് ഒന്ന് സിനിമ സ്റ്റൈലിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശ്രമിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇത് സിനിമയല്ല, അല്ലാതെ സാധാരണ സത്യപ്രതിജ്ഞ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ ആരിഫ് മുഹമ്മദ് ഖാൻ ബഹളമായിരുന്നു. അദ്ദേഹം വണ്ടിയെ നിറങ്ങുന്നു, യുവന്മാരോട്ട് അടിക്കാൻ പോകുന്നു, ഇടിക്കാൻ പോകുന്നു, ബഹളം വെക്കുന്നു, അവന്മാരുടെ അടുത്ത് കയറി ചൂടാകുന്നു. അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് അദ്ദേഹം നടത്തിക്കൊള്ളുന്നത്. പക്ഷേ ഇദ്ദേഹം വളരെ കാര്യക്ഷമമായിട്ടാണ് കാര്യങ്ങൾ. അദ്ദേഹം വളരെ സൗമ്യനായ ഒരാളാണ്. പക്ഷേ സൗമ്യനാണെങ്കിലും ഈ വൃത്തികേട് കണ്ട് അദ്ദേഹം ഇടപെടും. നേരത്തെ പല കാര്യങ്ങളും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് കൃത്യമായിട്ട്. ഇതുപോലെ തോന്നിയ ദിവസം കാണിക്കുമ്പോൾ അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തിൻ്റെ എന്താണ് നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ സംസ്ഥാന ഗവർണർ. അദ്ദേഹം ഒരിക്കലും വിവാദ നായകനായിട്ടില്ല, അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളും അല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത്തരം കാര്യം ക്രമക്കേട് നടന്നാൽ അവിടെ ഇടപെടുക തന്നെ വേണം. സർവകലാശാലയുടെ ചാൻസലറാണ് ഗവർണർ. അത് അവിടെ ഇടപെട്ട് ഈ വൈസ് ചാൻസലറുടെ ശവമടക്കം നടത്തിയവരെ എന്നേക്കൊരു കോളേജിൽ നിന്ന് പുറത്താക്കണം. അതുപോലെ അവരെ പേരിൽ ക്രിമിനൽ കേസ്, പരമാവധി ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചേർത്ത് കേസ് കൊടുക്കണം. ഇതൊരു പാടാണ്, അതാണ് വേണ്ടത്. ഇപ്പം എന്തായാലും ഈ ഗവർണറുടെ നീക്കം രണ്ട് കാര്യങ്ങളിൽ ഇടപെടലുണ്ടായിരിക്കുന്നു. അത് വളരെ നന്നായി എന്ന് തന്നെ പറയേണ്ടി.